പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃധേയരൂപ ധർമ്മ വിശ്വരൂപ ജാഗരണി സ്വപന്തി തൈജസാത്മിക. ചിന്മയി ചൈതന്യരൂപമായ ബോധം ചിത്ത് തന്നെ രൂപമായുള്ളവൾ ചിന്മയി. പരമാനന്ദ പരമമായ സർവശ്രേഷ്ഠമായ ആനന്ദം സ്വരൂപമായുള്ളവൾ ആനന്ദസ്വരൂപിണി. ആനന്ദത്തെ 8 വകയായി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. വിഷയാനന്ദം, ബ്രഹ്മാനന്ദം, വാസനാനന്ദം, ആത്മാനന്ദം, മുഖ്യാനന്ദം, നിജാനന്ദം, അദ്വൈതാനന്ദം, ജ്ഞാനാനന്ദം എന്നിവ. ഇവയിൽ ജ്ഞാനാനന്ദം സർവശ്രേഷ്ഠമെന്ന് ജ്ഞാനികളും ബ്രഹ്മാനന്ദം സർവശ്രേഷ്ഠമെന്ന് അദ്വൈതവാദികളും അഭിപ്രായപ്പെടുന്നു. പരമാനന്ദം എന്ന പദത്തിന് പരമാത്മാവ് ബ്രഹ്മം എന്നും അർത്ഥം. പരബ്രഹ്മസ്വരൂപിണി എന്നും നാമത്തിന് അർത്ഥം. വിജ്ഞാന ഘനരൂപിണി. വിജ്ഞാനം ചൈതന്യം ഘനമായി സമഷ്ടിയായി സാന്ദ്രമായി രൂപം പ്രാപിച്ചവൾ. വിജ്ഞാനം എന്നതിന് വിശേഷണയുള്ള ജ്ഞാനം എന്ന് അർത്ഥം. പരമമായ അറിവ് പഠനമനനാദികൾ കൊണ്ട് അറിയാനാവാത്തതും ദേവീപ്രസാദം കൊണ്ട് മാത്രം ലഭിക്കുന്നതുമായ ആത്യന്തിക ജ്ഞാനം ഘനീഭവിച്ച രൂപമുള്ളവൾ എന്ന് പറയുമ്പോൾ സർവജ്ഞാനത്തിനും ഇരിപ്പിടം ദേവിയാണെന്ന് സിദ്ധിക്കുന്നു. വിജ്ഞാന ശബ്ദം ജീവനെ കുറിക്കുന്നു എന്നും മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഈ പക്ഷത്തിൽ വിജ്ഞാന ഘനരൂപിണി എന്നതിന് എല്ലാ ജീവനും സമഷ്ടിയായി ദേവീരൂപത്തിൽ അന്തർഹിതമായിരിക്കുന്നു എന്നർത്ഥം. ഹിരണ്യഗർഭരൂപിണി എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും തന്നിൽ വഹിക്കുന്നവൾ. ഏതസ്മാ ജീവ ഘനാത് എന്ന് ശ്രുതി. യോ വിജ്ഞാനേ തിഷ്ടൻ വിജ്ഞാനമന്തരോ യമയതി എന്ന് അന്തര്യാമി ബ്രാഹ്മണം ഉദ്ധരിച്ച് സൗഭാഗ്യഭാസ്കരം ഈ ആശയം സ്ഥാപിക്കുന്നു. ധ്യാനധ്യാതൃധേയ രൂപ. ധ്യാനവും ധ്യാതാവും ധ്യേയവും തന്റെ തന്നെ രൂപമായവൾ. ധ്യാനം ഏതെങ്കിലും ഒന്നിനെപ്പറ്റി ഇടവിടാതെ ചിന്തിക്കലാണ്. ധൈ ചിന്തായാം എന്ന് ഉൽപ്പത്തി. ഇവിടെ ഈശ്വരപരമായ ചിന്ത എന്നർത്ഥം. ധ്യാനം സകളമെന്നും നിഷ്കളമെന്നും 2 വിധം. 2 തരത്തിലായാലും അർത്ഥം ഇവിടെ ദേവീപരം തന്നെ. ധ്യാനം അഷ്ടാംഗ യോഗങ്ങളിൽ ഒന്നാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നിവ അഷ്ടാംഗയോഗങ്ങൾ. ധ്യാനം നിരന്തരമായ ധാരണയാണ്. ധ്യാനിക്കുന്നവൻ ധ്യാതാവ്. ചിച്ഛക്തിയെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ധ്യാനയോഗത്തിൽ നിഷ്ഠയോടെ പരിശ്രമിക്കുന്നവൻ എന്നും വ്യാഖ്യാനം. ധ്യാനിക്കപ്പെടേണ്ടത് ധ്യേയം. ധ്യാനവും ധ്യാതാവും ധ്യേയവും ദേവി തന്നെയാകയാൽ ഈ നാമം ജ്ഞാതൃജ്ഞേയങ്ങളായ ത്രിപുടി രൂപമായവൾ. ധർമ്മവിവർജിത. ധർമ്മവും അധർമ്മവും വർജിച്ചവൾ. ധർമ്മം എന്ന പദത്തിന് ധരിക്കപ്പെടുന്നത് എന്നർത്ഥം. ന്യായം, സദാചാരം, നീതി, സ്വഭാവം, ക്ഷേമം, വിധിപ്രകാരമുള്ള യാഗാദികൾ എന്നിങ്ങനെ പല അർത്ഥങ്ങൾ. ധർമ്മശബ്ദം കുറിക്കുന്ന ഈ അർത്ഥങ്ങളെല്ലാം സനാതനങ്ങളാണെങ്കിലും അവയെല്ലാം ജീവികൾ പരസ്പര ഹിംസ കൂടാതെ ജീവിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്. ധർമ്മശാസ്ത്ര ദൃഷ്ടാക്കൾ ഋഷിമാരോ ദേവന്മാരോ ആണ്. ജീവികളുടെ, പ്രത്യേകിച്ച് മനുഷ്യരുടെ സമൂഹ ജീവിതത്തിന്റെ സുഗമതയ്ക്കു വേണ്ടി ഉണ്ടാക്കിയ ധർമ്മനീതികൾ പ്രപഞ്ചജനനിയായ ദേവിക്ക് ബാധകമല്ലാത്തതിനാൽ ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറം നിൽക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ധർമാധർമ്മ വിവർജിത എന്നു നാമം. ധർമാധർമ്മങ്ങൾ ബന്ധമോക്ഷങ്ങളെ കുറിക്കുന്നുവെന്നും ബന്ധമോക്ഷങ്ങൾക്ക് വിധേയല്ലാത്തവൾ എന്നും വ്യാഖ്യാനം. മന്ത്രാർത്ഥത്തിൽ ശക്തി ശിവാക്ഷരങ്ങളില്ലാത്ത പഞ്ചദശി ലളിതാമന്ത്രം എന്നും അർത്ഥം. വിശ്വരൂപ. വിശ്വം പ്രപഞ്ചം രൂപമായുള്ളവൾ. പ്രപഞ്ചം ദേവിയിൽ നിന്നും ഭിന്നമല്ലാത്തതിനാൽ അതിനെ ദേവീരൂപമായി കൽപ്പിക്കുന്നു. വിശ്വത്തിന് ആധാരമാകയാൽ ധർമ്മീഭൂതമായ അന്യരൂപവും ഉള്ളവൾ എന്ന് സൗഭാഗ്യഭാസ്കരം. അതിന് ആധാരമായി ഭാസ്കരാചാര്യർ വിഷ്ണു പുരാണത്തിൽ നിന്ന് യഥാഹി കദലീ നാമ ത്വക് പത്രാന്യ നദിർ ദൃശ്യതേ ഏവം വിശ്വസ്യത നാന്യത്വം ത്വത്സ്ഥാദീശ്വര ദൃശ്യതേ എന്ന ഭാഗവും ദേവി ഭാഗവതത്തിൽ ബാലരൂപിയായി വടപത്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവിനോട് ദേവി തന്നെ അരുളി ചെയ്യുന്ന സർവം ഖൽവിതമേവാഹം നാന്യദസ്തി സനാതനം എന്ന ശ്ലോകാർത്ഥവും ഉദ്ധരിക്കുന്നു.
ശ്വ ശബ്ദത്തിന് സമാസത്തിൽ പൂർവപദമായി വരുമ്പോൾ ശ്വാനഭാവം എന്നർത്ഥം. സ്വരൂപം ശ്വാനവൃത്തി, നീചമായ മൃഗസഹജമായ സ്വഭാവം. വിഗതാർത്ഥത്തിൽ വി എന്ന ഉപസർഗം ചേരുമ്പോൾ വിഗതമായ മൃഗഭാവത്തോടു കൂടിയ എന്നർത്ഥം. ദേവി പ്രസാദം കൊണ്ട് ഉപാസകന്റെ മനസ്സിലെ മൃഗീയ ഭാവങ്ങൾ ഇല്ലാതായി തീരുമെന്നതിനാൽ വിശ്വരൂപ എന്ന നാമം എന്നും വ്യാഖ്യാനം. ത്വക്ക്, രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിവ 7 ചേർന്നുള്ള സ്ഥൂലദേഹത്തിൽ അഭിമാനിക്കുകയും അതാണ് താനെന്ന് ധരിക്കുകയും ചെയ്യുന്ന പിണ്ഡാണ്ഡസ്ഥമായ ആത്മചൈതന്യത്തിന് വിശ്വൻ എന്നു പേര്. വിശ്വന്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നും നാമത്തിന് വ്യാഖ്യാനം. ജാഗരണി, ഉണർന്നിരിക്കുന്നവൾ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകൾ എല്ലാ ജീവികൾക്കും സാമാന്യമാണ്. ജാഗ്രത്തോടു കൂടിയവൻ ജാഗരി, വിശ്വൻ എന്ന് മുൻപ് പറഞ്ഞ സ്ഥൂല ശരീര അഭിമാനിയായ ജീവൻ. ആ വിശ്വനിൽ നിന്നും ഭിന്ന അല്ലാത്തവൾ ജാഗരണി. സർവാക്ഷഗോചരത്വേന യാതു ബാഹ്യതയാ സ്ഥിത സൃഷ്ടി സാധാരണി സർവ പ്രീതാത്മായം സ ജാഗര എന്ന് ജാഗരാവസ്ഥയ്ക്ക് ലക്ഷണം. ജാഗര ശബ്ദത്തിന് ഉടുപ്പ്, കവചം എന്നും അർത്ഥം. സദാ ശരീരത്തെ സംരക്ഷിക്കുന്നത് എന്ന ആശയം. സർവപ്രപഞ്ചങ്ങൾക്കും കവചമായി സദാ സംരക്ഷിക്കുന്നവൾ എന്നും വ്യാഖ്യാനം. സ്വപന്തി, ഉറക്കത്തിന്റെ ഒരവസ്ഥയാണ് സ്വാപം. ആ അവസ്ഥയിലുള്ളവൾ. ഉറക്കത്തിൽ മനസ്സിന്റെ ഒരു തലം മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്പഷ്ടമായി കാണുന്നത് പോലെ തോന്നുന്ന സൃഷ്ടികളാണ് സ്വപ്നങ്ങൾ. സ്ഥൂല ശരീര അഭികാമിനിയായ ജീവനെ വിശ്വൻ എന്ന് മുൻപ് പറഞ്ഞു. സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. സൂക്ഷ്മ ശരീര അഭിമാനിയായ ജീവനെ സ്വപൻ എന്ന് പറയും. സ്വപൻ എന്ന ജീവനിൽ നിന്ന് ഭിന്നയല്ലാത്തവൾ സ്വപന്തി. മനോമാത്ര പഥേധ്യക്ഷ വിഷയത്വേന വിഭ്രമാത് സ്പഷ്ടാവഭാസഭാവാനാം സൃഷ്ടി സ്വപ്നപദം മതം. തൈജസാത്മിക, മുൻ നാമത്തിൽ പറഞ്ഞ സ്വപന് തൈജസൻ എന്നും പേര്. തൈജസൻ എന്ന സൂക്ഷ്മ ശരീര അഭിമാനിയായ ജീവൻ താൻ തന്നെ ആയവൾ. തേജസ് എന്നതിന് പ്രകാശം, പ്രഭാവം എന്നെല്ലാം അർത്ഥം. തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം. തേജോ സംബന്ധിയായ ആത്മപ്രഭാവമുള്ളവൾ എന്നും പദാർത്ഥം. എല്ലാ പ്രകാശവും തേജസ്സും ദേവീ സ്വരൂപമാകയാൽ പദാർത്ഥനിഷ്ഠമായും നാമം സ്വാർത്ഥമാകുന്നു.